ഞാൻ പറയും, ചിലപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ പറയും രാഷ്ട്രീയവും ബിസിനസ്സും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഒറ്റ കാര്യം, ബിസിനസ്സിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, രാഷ്ട്രീയത്തിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ജീവിതമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലേ രാജീവ്? ജീവിതം, ലൈഫാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനേക്കാൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ പ്രശ്നം മൊത്തം ലൈഫാണ്. ചിലപ്പോൾ ഒരു പോക്ക് പോകും. രണ്ടിനും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, രണ്ടിനും പ്ലാനിങ് ഉണ്ട്. രണ്ടിലും നല്ല പ്ലാനിങ് ഉണ്ട്, രണ്ടിനും നല്ല റോഡ് മാപ്പ് വേണം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം രണ്ട് കാര്യത്തിലും എന്താ? ടീം ബിൽഡിംഗ് ആണ്, ലീഡർഷിപ്പാണ്. രണ്ടിലും ഞാൻ പറയാണ്, പൊളിറ്റിക്സിലും ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്, ബിസിനസ്സിലും ഡെഫിനറ്റ്ലി ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. എന്താണ് ലീഡർഷിപ്പ്? ഷോസ് ഹൗ ടു സെലക്ട് ദ റൈറ്റ് പേഴ്സൺസ് അറൌണ്ട് യു. അതാണ് ടീം ബിൽഡിംഗ്. നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള ഒരു ടീമിനെ സെലക്ട് ചെയ്യാം. ഞാൻ എത്ര വലിയ ക്വാളിറ്റി ഉള്ള ആളാണെങ്കിലും എന്റെ ടീം മോശമായ എന്റെ പണി തീർന്നു. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾക്കും പൊളിറ്റിക്കൽ ലീഡേഴ്സിനും ഒരുപാട് ബിസിനസ് ടൈക്കോൺസിനും ഒക്കെ പറ്റിയിട്ടുള്ള അപകടം, അവർക്ക് പറ്റിയിരിക്കുന്ന അപകടം അവരുടെ ടീമിനെ സെലക്ട് ചെയ്യുന്നില്ല. ടീമിനെ സെലക്ട് ചെയ്തപ്പോൾ വേറെ ഒന്നും പാടില്ല, സ്വജനപക്ഷപാതം ഒന്നും പാടില്ല. ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നല്ല ടീമിനെ ആയിരിക്കും സെലക്ട് ചെയ്തത്. ആ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്താ? ഇവരെ ചീത്തയാക്കാൻ ആളുണ്ടാവും. എന്റെ ചുറ്റും ഞാൻ എന്റെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആളുകളെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എന്താ? അവരെ ചീത്തയാക്കാൻ വേറെ ആളുണ്ട്. കാരണം നല്ല ആളുകളാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. ആ നല്ല ആളുകളും ചീത്തയാക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും ഈ ടീമിനെ, നമുക്ക് ചുറ്റുമുള്ള ഏറ്റവും മേജർ ടീമിനെ എപ്പോഴും നമ്മുടെ ഒരു കണ്ണ്. ഞാൻ പറഞ്ഞ അവരെ അവിശ്വസിക്കണമെന്നല്ല ഞാൻ പറയാം. അവിശ്വസിക്കരുത്. കൂടെയുള്ളവരെ അവിശ്വസിക്കരുത്. ബേസിക് ആയിട്ടുള്ള ഒരു ഫെയ്ത്ത് കൂടെയുള്ളവരുടെ മീതെ നമുക്ക് വേണം. പക്ഷേ നമ്മുടെ മനസ്സിലുണ്ടാകണം, അവർ ചീത്തയാകാനുള്ള സാധ്യതകൾ ഉള്ള ഒരു ലോകത്താണ് അവർ ജീവിക്കുന്നത്. ആ ടീമിനും ഒരു കോൺഫിഡൻസ് വേണം. അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. അവർ നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവരെ തോളെ വിളിച്ച് നമ്മൾ അഭിനന്ദിക്കണം, അവരെ ശാസിക്കണം, അവരെ സ്നേഹിക്കണം, അവരെ സഹോദരങ്ങളെ പോലെ കൊണ്ടു നടക്കണം. അത് അക്ഷരാർത്ഥത്തിൽ ഒരു ഫാമിലി പോലുള്ള ഒരു ടീമാക്കി അതിനെ മാറ്റി. പല സംരംഭങ്ങളുടെയും വിജയങ്ങളുടെ രഹസ്യം എന്ന് പറയുന്നത് ഈ ടീം ബിൽഡിംഗ് ആണ്.